ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് വ്ലോഗ്സ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനിയേച്ചർ ബൈക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ Yamaha RX100 എന്ന് പറയുന്ന ബൈക്കിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഏകദേശം 1985 മുതൽ 96 വരെ കാലഘട്ടത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു 2 സ്ട്രോക്ക് വണ്ടിയാണ് Yamaha RX100 എന്ന് പറയുന്നത്. 1986 ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ്. ഇന്ത്യയിൽ ഒരുപാട് പുതിയ എമിഷൻ നോംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും, ഇന്ത്യയിലേക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ലെജൻഡ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് Yamaha RX100 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ മിനിയേച്ചർ രൂപമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് വണ്ടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Yamaha RX100 എന്ന് പറയുന്ന വണ്ടിയുടെ മിനിയേച്ചർ. അപ്പോൾ നമ്മളെ വണ്ടിയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഈ വണ്ടിയുടെ ഹെൽമെറ്റിൽ നിന്നാണ്. കാരണം എല്ലാവരും ഇപ്പോൾ ഹെൽമെറ്റ് ആവും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഹെൽമെറ്റ് നമുക്കിവിടെ വെക്കാനായിട്ടൊരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹെൽമെറ്റിനെ കുറിച്ച് തന്നെ പറയാം. നല്ലൊരു അടിപൊളി ഹെൽമെറ്റാണ്. അതിൻ്റെ ഒരു വൈസറൊക്കെ നോക്കുക, നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റ് കണ്ടാൽ തന്നെ അറിയാം, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ വണ്ടിയായിരുന്നു ആദ്യം ഉണ്ടാക്കിയിരുന്ന വണ്ടി. അതുകൊണ്ട് ഈ വണ്ടിക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഹെൽമെറ്റാണ്, വണ്ടിയുടെ കളറിന് മാച്ച് ആക്കിക്കൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ബാക്കി നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് വന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഒരു LED രൂപത്തിലേക്ക്, അതായത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിലെ കണ്ടുള്ള ആ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള LED ഹെഡ്ലൈറ്റാണ്. അതുപോലെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഒരു വട്ടത്തിലുള്ള സംഭവം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ആ സംഭവങ്ങളൊക്കെ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈനിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വെള്ള ലൈനിങ്. ഇത് ഒറിജിനൽ വണ്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മോഡൽ, ആ സംഭവം തന്നെ അതേപോലെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ഫോർക്ക് കാണാം. ഫോർക്കിൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്പാർക്കൊന്ന് കയറിയിട്ട്. പിന്നെ അടുത്തതായിട്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറൊക്കെ തെർമോക്കോളിൽ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. തെർമോക്കോളിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഭാഗം എഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ Yamaha എഴുതിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഈ ഒരു ബോക്സ് പോലുള്ള സംഭവത്തിൽ RX100 എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്യൂൽ ടാങ്ക്, ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കി തന്നെ മനസ്സിലാവും. RX100 കണ്ടിട്ടുള്ള ആ ഒരു സെയിം സംഭവത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ കറക്റ്റ് സാധാ ഒരു കമ്പിയുടെ ഒരു പീസ് കൊണ്ടാണ് ഹാൻഡിൽ ബാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഈ ഒരു ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രാഷ് ഗാർഡും അതേപോലെ തന്നെ ഒരു ക്രാഷ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈലൻസർ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, സൈലൻസറൊക്കെ ആ ഒരു അടിപൊളി സൈലൻസറൊക്കെ ഇത് പേപ്പർ ചുരുട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് സംഭവം ഉണ്ടോ, ആ ഒരു രൂപത്തിൽ സൈലൻസർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഷോക്ക് അബ്സോർബർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈൽ ലൈറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റൊക്കെ ആ ഒരു റബ്ബറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ Yamaha RX100 എന്നുള്ള ഒരു 8 കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോക്ക് കാണാം. അതുപോലെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ ഇതിൽ തന്നെയാണ് നമ്മുടെ സൈഡ് സ്റ്റാൻഡും കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്റ്റാൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സ്പ്രിംഗ് ലോഡറാണ്. അതായത് സ്പ്രിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു സ്പ്രിങ് ആക്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് സ്റ്റാൻഡ് തട്ടുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആ ഒരു സൗണ്ട് കൂടി കിട്ടുന്നുണ്ട്. അതെന്തായാലും സംഭവം അടിപൊളിയായി. കറക്റ്റ് ആ ഒരു സ്റ്റാൻഡ് തട്ടുന്ന ഒരു ഫീൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ആ ഒരു RX100 എന്നുള്ള ഒരു 8 ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗം കാണാം. അതായിട്ടാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു കേബിളാണ് ഇതിൽ കൂടി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇവിടെ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്, അതിൽ കാലിപ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടി ഉണ്ടാക്കിയുള്ളത് ഫുള്ള് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. പേപ്പറും അതുപോലെ ഈ ഒരു റബ്ബർ അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ തെർമോക്കോൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു RX100 എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ മിനിയേച്ചർ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ Yamaha RX100 എന്ന് പറയുന്ന ബൈക്കിൻ്റെ മിനിയേച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ കളക്ഷൻസിൻ്റെ Part 1 Part 2, അതായത് നമ്മളെ കഴിഞ്ഞ 2 വീഡിയോസും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്തായാലും അടുത്തൊരു മിനിയേച്ചർ ബൈക്കായിട്ട് ഞാൻ വീണ്ടും വരും. അതിലേക്ക്